സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കന്നഡ അടയാളത്തിൽ വളരെ ആവേശോജ്വലമായ വിജയം നേടിക്കൊണ്ട് അമ്പലപ്പുഴയടക്കം പ്രതികരിക്കുന്ന SDP ജനപ്രതിനിധികൾക്ക് നൽകുന്ന ഈ സ്വീകരണ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നമുക്ക് വേണ്ടി വിജയിച്ച ഷീജാന ഉഷാദ് അടക്കം വേദിയിലുള്ള ജയിച്ചു വന്ന പ്രിയപ്പെട്ട നമ്മുടെ ജനപ്രതിനിധികൾ അടക്കമുള്ള നേതാക്കളെ നിങ്ങൾ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. 16 വർഷം മാത്രം പഴക്കമുള്ള ഒരു പാർട്ടി നിലവിലെ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളോട് ഒരാശയം മുന്നോട്ട് വെച്ചുകൊണ്ട് വ്യതിരിക്തമായ ഒരു രാഷ്ട്രീയ സംസ്കാരം പടുത്തുയർത്തിക്കൊണ്ടാണ് ഒരേ സമയം നിരന്തരമായ പ്രക്ഷോഭവും അതേസമയം തന്നെ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നൊരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷമെന്നും വലതുപക്ഷമെന്നും ഒക്കെ വിളിക്കുന്ന പാർട്ടികൾ 10-12 കക്ഷികളായി 2 വർഷത്തും മത്സരിക്കുമ്പോൾ കേരളം കേട്ടിട്ടില്ലാത്ത വിധം വിദ്വേഷ വംശീയ പ്രചരണവുമായി നടത്തിക്കൊണ്ട് BJP എന്ന സംഘപരിവാർ സംഘടന കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് അമ്പലപ്പുഴ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ തന്നെ 6 പേരെ വിജയിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ ഒരു സന്ദേശം കേരളത്തിൽ നൽകിയിട്ടുള്ളത്. നമ്മൾ 102 സ്ഥലങ്ങളിലാണ് കേരളത്തിൽ വിജയിച്ചിട്ടുള്ളത് ഒറ്റയ്ക്ക്. നിങ്ങൾക്കറിയാം, മുന്നണികളായി മത്സരിച്ച രാഷ്ട്രീയ പാർട്ടികൾ കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് ഉറപ്പിക്കാൻ കേരളത്തിൽ വാരിക്കോരി ചെലവഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് SDP മത്സരിച്ച വാർഡുകളിൽ പരസ്പര ധാരണയോടെ BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ധാരണ വെച്ച് പുലർത്തിക്കൊണ്ടാണ് കേരളത്തിലെ 150-150ഓളം വാർഡുകളിൽ നിസ്സാര വോട്ടുകൾക്ക് നമ്മളെ തോൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷെ കൃത്യമായി രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിഞ്ഞപ്പോൾ കൊല്ലം കോർപ്പറേഷനിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ വാർഡ് നമുക്ക് നിലനിർത്താൻ പറ്റി. കണ്ണൂർ ഇരിട്ടിയിലടക്കം മുനിസിപ്പാലിറ്റികൾ നമുക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റി. അങ്ങനെ കേരളത്തിലെ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും അടക്കം 102 സ്ഥലങ്ങളിൽ സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞ ഏറ്റവും ശക്തമായൊരു സാന്നിധ്യമാകാൻ കഴിഞ്ഞ പാർട്ടി SDP ആണെന്ന് നിങ്ങൾ ഉറപ്പിച്ച് ജനങ്ങൾ നൽകിയ വിശ്വാസത്തിൽ നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. ഇന്നും പ്രക്ഷോഭത്തിന്റെ നടുവിലാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. കർണാടകയിൽ നടക്കുന്ന കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കുറെ നാളുകളായി നടക്കുന്ന ബുൾഡോസർ രാജ്യത്തിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നടക്കുന്ന ഹിംസാത്മകമായ ബുൾഡോസർ രാജ്യത്തിലെ 300ഓളം കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് കോർപ്പറേറ്റ് റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വേണ്ടി സർക്കാർ ഭൂമിയിൽ അവരുടെ പൈസ വാങ്ങിച്ച് കുടിയിരുത്തിയ കുടിലുകെട്ടാൻ അനുവദിച്ച സംവിധാനങ്ങൾക്കെതിരെ ഇന്ന് പോരടിച്ചുകൊണ്ട് SDP കർണാടകയിലെ നേതാക്കൾ കഴിഞ്ഞ ദിവസം പലരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അവിടെ നമ്മൾ ഇന്ന് കേരളത്തിൽ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജയിലിലടച്ച ഈ കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഈ ഫാസിസ്റ്റ് നടപടിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സായാഹ്നത്തിൽ നമ്മൾ സമരത്തിലാണ്. ഞാൻ സൂചിപ്പിച്ചത് 2009 രൂപം കൊടുത്തൊരു പാർട്ടി വിവിധങ്ങളായ സാമൂഹിക വിഷയങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് തുല്യതയും സമത്വവും സഹോദര്യവും നിലനിൽക്കുന്ന ഇന്ത്യൻ ഭരണഘടന ഉറപ്പു ചെയ്യുന്ന അവകാശങ്ങൾ എല്ലാവർക്കും തുല്യമാകണം എന്ന് വിശ്വസിക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില ചാപ്പയടിച്ചാണ് നമ്മളെ അകറ്റി നിർത്താൻ കേരളത്തിൽ പോലും പലരും ശ്രമിച്ചതെങ്കിൽ കേരളവും ഒരു വിശാലമായ ഭൂമികയായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇടതുപക്ഷമെന്നും വലതുപക്ഷമെന്നും 2 മുന്നണികൾ. സത്യത്തിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കറിയാമല്ലോ. കേരളത്തിലെ 1970കളിൽ കേരളത്തിൽ രൂപം കൊണ്ട ഈ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന 2 മുന്നണി സംവിധാനത്തിൽ അഡ്രസ് ചെയ്യപ്പെടാതെ പോയ സമൂഹങ്ങളെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അഡ്രസ് ചെയ്തത്. EMSന്റെ കാലത്ത്, കരുണാകരന്റെ കാലത്ത്
കേരളത്തിലെ വിവിധ പാർട്ടികൾ, വ്യത്യസ്തങ്ങളായ പാർട്ടികൾ രണ്ട് മുന്നണികളായി ബൈപോളർ സിസ്റ്റത്തിൽ വരുന്നത് കൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ എ അല്ലെങ്കിൽ ബി എന്ന ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ ഈ 10-12 രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു ചേർന്നൊരു പാർട്ടി ഉണ്ടാക്കും. നിങ്ങൾക്കറിയുമോ, കേരളത്തിൽ കോൺഗ്രസും CPM-ഉം BJP കഴിഞ്ഞാൽ ഒരുപക്ഷെ മുസ്ലിം ലീഗ് വടക്കൻ കേരളത്തിൽ ഉണ്ടാക്കിയ നേട്ടങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഏകദേശം 140 മണ്ഡലങ്ങളിൽ 135 മണ്ഡലങ്ങളിലും സജീവമായി പ്രവർത്തിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് CP. 1500 വാർഡുകളിൽ 1482 വാർഡുകളിൽ ഒറ്റയ്ക്കും 200 സ്ഥലങ്ങളിൽ സ്വതന്ത്രരെ നിർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിച്ചത്. ഏകദേശം 4 ലക്ഷത്തോളം വോട്ടുകൾ കേരളത്തിൽ ഒറ്റയ്ക്ക് കരസ്ഥമാക്കാൻ നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ടൊരു വലിയ സന്ദേശം നമ്മൾ കേരളത്തിൽ കൊടുത്തിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ സ്വതന്ത്രമായി ഈ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നതിനപ്പുറം കടന്നു വരുന്ന BJP-യെ പോലും പ്രതിരോധിക്കാൻ കഴിയുന്ന സ്വാഭിമാന പ്രസ്ഥാനമായി, ഏറ്റവും അർത്ഥവത്തായി അടിത്തട്ടുകാരെ പ്രതികരിക്കുന്ന പ്രസ്ഥാനമായി SDP മാറും. ദേശീയ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ പറയേണ്ടതില്ല. നമ്മൾ പറഞ്ഞാണ് കേരളം അറിഞ്ഞത്, ഇന്ത്യ അറിഞ്ഞത്. ഭയമില്ലാത്തൊരു ഇന്ത്യ, വിശപ്പില്ലാത്തൊരു ഇന്ത്യ എന്ന മുദ്രാവാക്യം നമ്മൾ മുഴക്കുമ്പോൾ 2009 ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടുത്തുന്നത്? പക്ഷെ 5 വർഷം തികഞ്ഞില്ല. നരേന്ദ്ര ദാമോദാസ് മോഡി ഇന്ത്യയുടെ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 11 വർഷക്കാലം ഇന്ത്യയിൽ നടന്ന ഹിംസാത്മകമായ വംശീയ ഉന്മൂലന പദ്ധതികൾ, ബുൾഡോസർ രാജാകട്ടെ, CAA നിയമമാകട്ടെ, മറ്റ് ജനവിരുദ്ധമായ നിയമങ്ങൾ, ഡിമോണിറ്റൈസേഷൻ ആകട്ടെ, മുഴുവൻ നിയമങ്ങളും നടപ്പിലാക്കി സോഷ്യൽ ഡെമോക്രാറ്റിനായിട്ട് പ്രഖ്യാപിച്ചത് 2009-ലാണ്. പക്ഷെ 14 വന്ന ഒരു ഗവൺമെന്റ്, സംഘപരിവാർ ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വരുമെന്നും അത് ജനങ്ങളുടെ സൗര്യജീവിതത്തെ തകർത്തുകൊണ്ട്, അവരുടെ ആവാസ വ്യവസ്ഥയെ തകർത്തുകൊണ്ട്, അവരുടെ സ്വത്വബോധത്തെ തകർത്തുകൊണ്ട്, അവരുടെ രാജ്യത്തെ ഐഡന്റിറ്റിയെ തകർത്തുകൊണ്ട് ഇത്രമാത്രം മുന്നേറുമെന്ന്, ഹിംസാത്മകമായി മുന്നേറുമെന്ന് പ്രവചനാത്മകമായി SDP പ്രവചിച്ചു എന്നുള്ളതാണ് നമ്മുടെ പ്രസക്തി. 2014 മുതൽ 11 വർഷക്കാലം പരിശോധിക്കുമ്പോൾ ലോക രാജ്യങ്ങളുടെ മുന്നിൽ നാണം കെട്ട് തലകുനിക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ പ്രബലമായ സാമൂഹ്യ വിഭാഗങ്ങൾ, രാജ്യത്തെ ആദിവാസികൾ, ദളിതർ, ന്യൂനപക്ഷങ്ങൾ, പിന്നാക്കർ ഈ രാജ്യത്ത് രണ്ടാം കട പൗരത്വം പോലും ഇല്ലാത്തവരായി മാറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇന്ത്യയുടെ തെരുവുകളിൽ രാജ്യത്ത് ബുൾഡോസറിന് വിധേയമാകുന്നത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളാണ്. നൂറ്റാണ്ടുകളായി രാജ്യത്ത് ജീവിച്ചവർ, നൂറ്റാണ്ടുകളായി രാജ്യത്ത് ജനിച്ചവർ, ഈ രാജ്യത്തെ മണ്ണിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ജനവിഭാഗങ്ങളെ അവർ ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, മറ്റ് പിന്നോക്ക ജാതികളുടെ പേരിൽ അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഹിംസാത്മക ഇടപെടലുകൾ ആരാണ് രാജ്യത്ത് ചെറുക്കുന്നത്? പിന്നെ കേരളം നമുക്ക് പരിചിതമില്ലാത്തൊരു ഘട്ടത്തിലേക്ക് കേരളം പോലും കിടക്കുന്നു. എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ ന്യൂനപക്ഷ വിരുദ്ധമായ, ഇസ്ലാമോഫോബിക്കായ, ദളിത് വിരുദ്ധമായ ഒരുപാട് നടപടിക്രമങ്ങളിലേക്ക് കേരളം പോകുന്നു. കഴിഞ്ഞ ദിവസം ഡിസംബർ 25 പള്ളിയങ്കണത്തിലെ ക്രൂശ് രൂപത്തിൽ തൂണായി പടുത്തുയർത്തിയ നമ്മുടെ ക്രൈസ്തവ ക്രിസ്തുദേവന്റെ ആ തിരുപ്പിറ നാൾ ആഘോഷിച്ചുകൊണ്ട് ഇന്ത്യയിലെമ്പാടും തിരുവിറങ്ങിയരെ, നിങ്ങൾ ഈ രാജ്യത്ത് ക്രിസ്മസ് ആഘോഷിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്ന ചിത്രങ്ങൾ, വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ, മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേക്കുമായി കഴിഞ്ഞ ക്രിസ്മസ് നാളിൽ, 2024 ക്രിസ്മസ് നാളിൽ കേരളത്തിലെ അങ്കണങ്ങളിലേക്ക്, പള്ളികളിലേക്ക്, ബിഷപ്പ് ഹൌസിലേക്ക് BJP നേതാക്കൾ കേക്കുമായി വന്നപ്പോഴും നമ്മൾ പറഞ്ഞു, ഇത് കുറുക്കന്റെ കയ്യിൽ കോഴിയെ ഏൽപ്പിക്കുന്നതിന് തുല്യമാണ്. കേരളത്തിൽ അത് സംഭവിച്ചു. പാലക്കാട് കരോൾ ഗാനം പാടിയവരെയാണ് മൃഗീയമായി വേട്ടയാടുന്നത്. ഒരു എളുപ്പമില്ലാതെ, ലജ്ജയുമില്ലാതെ ഒഡീഷയിലും ഛത്തീസ്ഗഡിലും ബീഹാറിലും ഡൽഹിയിലും ഇന്ത്യയുടെ തെരുവുകളിൽ കഴിഞ്ഞ ദിവസം നടന്ന ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ, രാജ്യത്തെ അവർ വിശ്വസിക്കുന്ന മതത്തെ പ്രപ്പോസ് ചെയ്യാൻ, അതിനെ പ്രൊപ്പഗണ്ട ചെയ്യാൻ രാജ്യത്ത് അവകാശമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ ആട്ടിയോടിക്കുന്ന സംഭവങ്ങൾ. 2 കന്യാസ്ത്രീകൾക്ക്, ഉത്തരേന്ത്യയിൽ നടന്ന കന്യാസ്ത്രീകളെ മൃഗീയമായ റെയിൽവേ സ്റ്റേഷനിൽ പീഡിപ്പിച്ച് അവരെ ഹരാസ് ചെയ്ത് ജയിലിലേക്ക് അടച്ചത് നമ്മൾ കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ സംഘപരിവാരങ്ങൾ ചെയ്യുന്ന ഒരു ഹിംസാത്മകമായ, അവരുടെ വിചാരധാരയിൽ പറയുന്ന ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ആര്യൻ രക്തമില്ലാത്തവർ മുഴുവൻ രാജ്യത്തുനിന്ന് വിട്ടുപോകണം എന്ന് പറയുന്ന നിലയിലേക്ക് ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ പിടിമുറുക്കിയിരിക്കുകയാണ്. പക്ഷേ ഒരു സംശയമില്ലാതെ ഞങ്ങൾ പറയും, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഓരോ പ്രവർത്തകനും പറയും,
രാജ്യത്ത് ഞങ്ങൾ ഈ ഒരു ഫാസത്തെയും അനുവദിച്ചു കൊടുക്കുകയില്ല, ഞങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം എന്ന് പറയാൻ ശേഷിയുള്ള ഒരു പാർട്ടിയാണ്. പ്രതിസന്ധികൾ വരാം, തിരിച്ചടികൾ വരാം. പോരാട്ട ഭൂമിയാണ് പുന്നപ്ര, വയലാർ, അമ്പലപ്പുഴ. 1946 സർ സീപ്പുഴ പട്ടാളത്തിന് നേരെ വാരിക്കുന്തം ഏന്തിക്കൊണ്ട് ഈ രാജ്യത്ത് ഏകദേശം 3000-ലധികം രക്തസാക്ഷികൾ സൃഷ്ടിച്ച മണ്ണാണ് പുന്നപ്രയും വയലാറുമെങ്കിൽ ആ മണ്ണിൽ ചോരയൊഴുക്കിയവരുടെ പിൻഗാമികൾ എന്ന നിലയിൽ നമുക്ക് പറയാൻ കഴിയും, ഏത് ഫാസത്തെയും ഏത് സംഘപരിവാരത്തെയും ഇന്ത്യ രാജ്യത്ത് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുന്ന ഇച്ഛാശക്തിയാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. ഞാൻ പറഞ്ഞു, 2009 മുതൽ നമ്മൾ തുടങ്ങിയതാണ്. ഇന്ന് SDP ദേശീയ പ്രസിഡന്റ് ജയിലിലാണ്. അപ്പോൾ ഇവിടെ ബുഷറെ കൂട്ട് ചെയ്താൽ ജയിലിലേക്ക് പോകുമല്ലോ എന്ന് പറഞ്ഞവരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഏതെങ്കിലും വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ തീച്ചുളയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത മുസ്ലിം സമുദായത്തിന്റെയും ആദിവാസി പോരാട്ടങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് 1850-കളിൽ നേതൃത്വം കൊടുത്ത രാജ്യത്തെ ബിർസ മുണ്ട അടക്കമുള്ള ആദിവാസി പോരാളികളുടെയും ആ പോരാട്ടങ്ങളുടെ ഫലമായി ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ നേടിത്തന്ന ഇന്ത്യൻ ഭരണഘടന മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, രാജ്യത്ത് ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ, തൂക്കുമരത്തിലേക്ക് പോകേണ്ടി വന്നാൽ, രക്തസാക്ഷ്യത്തെ പുൽകേണ്ടി വന്നാലും രാജ്യത്ത് നിരന്തരമായ ഒരു ജനാധിപത്യ പോരാട്ടത്തിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി മുന്നിട്ടിറങ്ങുക തന്നെ ചെയ്യും. യാതൊരു സംശയം വേണ്ട. ഞങ്ങളുടെ സ്ഥാപക പ്രസിഡന്റ് അബൂബക്കർ ജയിലിലാണ്. ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഏറ്റവും ചെറുപ്പക്കാരനായ MK ഫസി ജയിലിലാണ്. എന്തിനു വേണ്ടിയാ ജയിലിൽ പോകുന്നത്? രാജ്യത്ത് സാധാരണക്കാർക്ക് നേരെ രാജ്യത്ത് ഇരട്ട നീതി പ്രയോഗിച്ചുകൊണ്ട്, ഭരണഘടനയെ ദുർബലപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് അടിച്ചമർത്തൽ അരങ്ങേറുമ്പോൾ അത് ചെറുത്തു തോൽപ്പിക്കാൻ തെരുവിലേക്ക് ഇറങ്ങുന്നതിന്റെ പേരിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ആലപ്പുഴയുടെ മണ്ണിൽ നിന്നും നിങ്ങളുടെ പ്രിയങ്കരനായ KA ഷാനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. 2021 ഡിസംബർ 18 ഇതുപോലൊരു സായാഹ്നത്തിൽ എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴക്കാർക്ക് ഏറ്റവും പരിണതപ്രജ്ഞനായ യുവ സംഘാടകനായ കേരളത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന KA ഷാനെ വരെ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ രക്തസാക്ഷിത്വത്തിന്റെ, തൂക്കുമരങ്ങളുടെ, കേസുകളുടെ ആ കഥകളൊന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ നിങ്ങൾ അപകീർത്തിപ്പെടുത്താൻ നോക്കണ്ട. ഏറ്റവും ഉജ്ജ്വലമായി കഴിഞ്ഞ പ്രാവശ്യം ഓരോ വോട്ടിന് വിജയിച്ച ബുഷ്ര സലീം ഈ വാർഡിൽ നിന്നും ഇപ്പോൾ 100ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചെങ്കിൽ അത് വിലപ്പോയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, കേരളത്തിൽ മാത്രമല്ല, കർണാടകയിലും ബീഹാറിലും അതുപോലെ തമിഴ്നാട്ടിലും അടക്കം 800ഓളം ജനപ്രതിനിധികൾ ഞങ്ങൾക്കുണ്ട്. ഒരു കാര്യം ഞങ്ങൾ പറയാം, ആത്മാഭിമാനത്തോടെ രാജ്യത്ത് ഏതെങ്കിലും വിധ്വംസ പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ പേരിലല്ല, ഏതെങ്കിലും സ്ത്രീപീഡക പരാതിയിലല്ല, കേരളത്തിലെ ഏതെങ്കിലും ജനങ്ങളെ ദ്രോഹിച്ചതിന്റെ പേരിലല്ല, ജനങ്ങളുടെ പക്ഷം ചേർന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ എങ്ങനെയാണോ രക്തസാക്ഷികൾ ഉണ്ടായത് അതേപോലെയാണ്, എങ്ങനെയാണ് ജയിലിലേക്ക് പോയത് അതുപോലെയാണ് ആധുനിക കാലഘട്ടത്തിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി ശബ്ദിച്ച തുല്യതയ്ക്കും സമത്വത്തിനും സാഹോദര്യത്തിനും നീതിക്കും വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിലാണ് ഞങ്ങളുടെ നേതാക്കൾ ജയിലിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് ജയിലിൽ കിടന്നും രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. അവർ മാത്രമാണോ ജയിലിൽ പോയത്? കഴിഞ്ഞ ഡിസംബർ 4 നിങ്ങൾ അറിഞ്ഞു കാണും, ഹാനി ബാബു എന്നൊരു മനുഷ്യൻ ഇന്ത്യ രാജ്യത്തിന്റെ ജയിലിൽ നിന്ന് പുറത്തു വന്നു. ഞങ്ങളെ ശ്രമിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയണം, കേരളത്തിൽ മുസ്ലിമായി ജനിച്ച ചെറുപ്പക്കാരൻ, പക്ഷേ അദ്ദേഹം മുസ്ലിമായിട്ടല്ല ജീവിച്ചത്. അദ്ദേഹം ഡൽഹി സർവകലാശാലയിൽ, ഹൈദരാബാദിൽ അവിടുത്തെ ഇഫ്ലുവിൽ അധ്യാപകനായി ജോലി ചെയ്യുമ്പോഴാണ്, ജെനി റൊബിനോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുമായി അവിടെ ജോലി ചെയ്യുമ്പോഴാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ 2016 ജനുവരി 17 രോഹിത് നോംഗ്ല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ, എനിക്ക് കാൾസാകനാകണം എന്ന് സ്വപ്നം കണ്ട രോഹിത് നോംഗ്ലയെ മൃഗീയമായി ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് പറഞ്ഞാൽ ക്യാമ്പസിനകത്ത് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ച ഈ രാജ്യത്തെ ദളിത് വിരുദ്ധമായ അപ്പാർട്ടൈഡ് വർണ്ണ വിവേചനം അരങ്ങേറിയത്. അതിനെ ചെറുത്തുകൊണ്ടാണ് 2016 മുതൽ അതിശക്തമായി ഇന്ത്യയുടെ ക്യാമ്പസുകൾ അധ്യാപകരെ ഈ രാജ്യത്ത് സംവരണത്തിന്റെ പേരിൽ അവരെ ആട്ടിയകറ്റിക്കൊണ്ട് സംവരണീയരായ ഇന്ത്യയിലെ ക്യാമ്പസുകളിലെ അധ്യാപകരെ രാജ്യത്തെ മനുവാദം തകർത്തെറിയുമ്പോൾ അനുവദിച്ചു കൊടുക്കാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹനി ബാബുവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ, മലയാളിയായ മുസ്ലിം അല്ലാത്ത ദളിതനല്ലാത്ത റോണ വിൽസൺ എന്ന് പറയുന്ന ക്രൈസ്തവ സഹോദരനടക്കം
രാജ്യത്തിന്റെ തെരുവുകളിൽ, ക്യാമ്പസുകളിൽ അതിശക്തമായി മുന്നോട്ട് വന്നു. അക്കാലഘട്ടത്തിൽ നിങ്ങൾ ഓർമ്മ, ദില്ലി കലാപകാലത്ത് അല്ലെങ്കിൽ രോഹിത് വെമുലയുടെ ക്യാമ്പസിൽ ഉയർന്നുകെട്ട മുദ്രാവാക്യം എന്താ? ജാതിവാദസേ ജാതിവാദസേ എന്ന് പറഞ്ഞുകൊണ്ട് ജാതിവാദത്തിനെതിരെ മുന്നോട്ട് വന്നു. അതിശക്തമായ പോരാട്ടം. ഇന്ത്യ രാജ്യത്ത് മനുവാദത്തിനെതിരെ, ജാതിവാദത്തിനെതിരെ, ബ്രാഹ്മണത്തിനെതിരെ ക്യാമ്പസുകളിൽ നിന്ന് പോരാട്ടത്തിന് ഇന്ധനമായ ഒരു മനുഷ്യൻ 2020 അറസ്റ്റ് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 4-ാം തീയതി അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തു വന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു? രാജ്യത്തെ അടിത്തട്ടുകാരന് വേണ്ടി, ദളിതന് വേണ്ടി, രാജ്യത്തിലെ പിന്നോക്ക ജാതിക്കാരന് വേണ്ടി രാജ്യത്ത് ജയിലിൽ കിടന്നു. റോണ വിൽസൺ 2018 തന്നെ അറസ്റ്റ് ചെയ്തു. സ്റ്റാൻ സാമി എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ പുരോഹിതൻ ഈ ഹാനി ബാബുവിനോടൊപ്പം ജയിലിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കൊടുത്ത ഒരു അഭിമുഖത്തിൽ, ഇന്ത്യ ടുഡേക്ക് ഫ്രണ്ട് ലൈനെ കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നു, സ്റ്റാൻ സാമി എന്ന് പറയുന്ന ഏറ്റവും സ്തുത്യർഹനായ ഒരു മനുഷ്യൻ ജയിലിൽ എങ്ങനെയാ കഴിഞ്ഞത്? ഇന്ത്യൻ ഭരണകൂടം ഒരു സ്ട്രോ കൊടുത്തില്ല. വെള്ളം കുടിക്കാൻ വിറക്കിന്റെ കൈകളുമായി ഗ്ലാസ് പിടിക്കാൻ കഴിയാതെ പാർക്കിൻസൺ രോഗം വന്ന ഒരു മനുഷ്യനെ രാജ്യത്ത് UAPA ചുമത്തി ജയിലിലിട്ട് കൊന്നുകളഞ്ഞു. എന്തിനു വേണ്ടിയായിരുന്നു? രാജ്യത്തെ ഡോക്ടർ BR അംബേദ്കർ 1818 ഇന്ത്യയിൽ ഒരു പോരാട്ടത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് 200 വർഷം കഴിഞ്ഞ് 2018 ഡിസംബർ 31 ഭീമ കൊറേഗാവ് എന്ന് പറയുന്ന പൂനെയിലെ ഒരു തെരുവിൽ അംബേദ്കർ കണ്ടെടുത്ത സ്തൂപത്തിൽ ആ രാജ്യത്തെ മഹാരാഷ്ട്രയിലടക്കമുള്ള ദളിത് ആദിവാസി വിഭാഗങ്ങൾ ഐക്യദാർഢ്യം അർപ്പിക്കാൻ, ഗാദറിംഗ് നടത്താൻ അവിടെ എത്തിയപ്പോഴാണ് സംഘപരിവാർ അവരെ ആക്രമിച്ചത്. അതിനു മുമ്പ് അവിടെ ഒരു സമ്മേളനം നടന്നു, ഏക്താർ പരിഷത്ത് എന്ന് പറയുന്ന സമ്മേളനം. എന്ന് പറഞ്ഞാൽ ദളിതരെ രാജ്യത്തെ പെഷവാ ഭരണാധികാരികൾക്കെതിരെ, ബ്രാഹ്മണ ഭരണാധികാരികൾക്കെതിരെ മഹാരാഷ്ട്രയുടെ മണ്ണിൽ 1818 നടന്ന നീണ്ടൊരു യുദ്ധത്തിൽ 25,000 വരുന്ന സൈനികരെ മഹാരാഷ്ട്രയിലെ മഹറുകൾ 500 പേർ ചേർന്ന് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പിൻബലത്തോടെ ഇന്ത്യ രാജ്യത്തിലെ ആദ്യത്തെ അധസ്ഥിതന്റെ പോരാട്ടത്തെ വിജയിപ്പിച്ച ചരിത്രമാണ് ഭീമ കൊറേഗാവിനുള്ളതെങ്കിൽ, പേഷ്വാ ഭരണാധികാരത്തെ അവസാനിപ്പിച്ച ചരിത്രമാണ് ആ ഭീമ കൊറേഗാവിനുള്ളതെങ്കിൽ, ആ ചരിത്രം വീണ്ടെടുക്കാൻ ഡോക്ടർ അംബേദ്കർ 1918 അവിടെ പോകുന്നുണ്ട്. 2018 ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും അവിടെ ചേർന്നപ്പോഴാണ് അവരെ ആക്രമിച്ച് ജയിലിലടച്ചു. അതിനെതിരെ പ്രതിഷേധത്തിന്റെ പേരിൽ സ്റ്റാൻ സാമിയെ ജയിലിലിട്ട് കൊന്നുകളഞ്ഞു. റോണ വിൽസൺ, ക്ഷേമ ഭരദ്വാജ്, ഹാനി ബാബു, ഒരുപാട് നിൽക്കാർ. നിങ്ങൾക്കറിയുമോ, ബീഹാർ എന്നുള്ള ദളിതരായ നാട്യമഞ്ച് എന്ന് പറയുന്ന ജനകീയ നാട്യമഞ്ച് എന്ന് പറയുന്ന കലാസാംസ്കാരിക സംഘടനയുടെ ഭാര്യയും ഭർത്താവുമായ ചെറുപ്പക്കാരടക്കം 16 പേരെ ജയിലിലിട്ടു. 8 വർഷക്കാലം. കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അറിഞ്ഞിട്ടുണ്ടോ? പുന്നപ്രയുടെയും വയലാറിന്റെയും കയ്യൂരിന്റെയും കരിവെള്ളൂരിന്റെയും തേഭാഗയുടെയും തെലുങ്കാനയുടെയും സംസ്കാരം പറയുന്ന, രക്തസാക്ഷിത്തെ കുറിച്ച് പറയുന്നവർ എന്തുകൊണ്ട് ഈ ഫാസിസ്റ്റ് നടപടിയെ ഇന്ത്യത്തെ ചെറുത്തു തോൽപ്പിച്ചില്ല? അത് അറിഞ്ഞിട്ട് പോലുമില്ല. ദേശാഭിമാനി ലേഖനം വന്നോ എനിക്കറിയില്ല, കോൺഗ്രസുകാർ മിണ്ടിയിട്ടില്ല. പക്ഷേ ഇന്ത്യ രാജ്യത്ത്, ഇന്ത്യയിലെമ്പാടും അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്ത് തെരുവിലേക്ക് ഇറങ്ങിയ ഒരു പാർട്ടിയുടെ പേര് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ്. ഭീമ കൊറേഗാവ് സംഭവം നമ്മൾ അറിയണം. അതില് എങ്ങനെയാണോ രോഹിത് വെമുലയെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിലേക്ക് എത്തിയത് എന്നതുപോലെ ഭീമ കൊറേഗാവ് സംഭവത്തിന്റെ പേരിൽ NIA ചുമത്തിയ ഭീകര നിയമങ്ങൾ പെടുത്തി ജയിലിലടക്കപ്പെട്ട ഹാനി ബാബുവിന്റെ മകളും ഭാര്യയും അവർ മാധ്യമങ്ങളോട് പറയുന്നു, ഞങ്ങൾക്കൊരു വേദനയുമില്ല. 12 വയസ്സുള്ള ഒരു മകള് ജയിലിലേക്ക് പോയി. 15 വയസ്സുള്ളപ്പോഴാണ് പിതാവ് ജയിലിലേക്ക് പോകുന്നത്. അവർക്ക് 22 വയസ്സുള്ളപ്പോൾ ജയിലിൽ ഇറങ്ങുവന്നപ്പോഴും അവിടെ ആ തലോജിലെ ജയിലിൽ പോയി അവരെ സ്വീകരിച്ചുകൊണ്ട് ജെനി റൊവീന എന്ന് പറയുന്ന കേരളത്തിലെ മധ്യവർഗ കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടി എന്ന പ്രൊഫസറായി ഡൽഹിയിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടി മകളുമായി പോയി ഹാനി ബാബുവിനെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ജയിലിൽ പോയത് ഞങ്ങളെ തളർത്തിയിട്ടില്ല എന്നാണ്. ജയിലിൽ പോയത്, ഹാനി ബാബു ജയിലിൽ പോയത് രാജ്യത്തെ ദളിതർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ദളിതർ വേട്ടയാടപ്പെടുന്നതിന്റെ പ്രതികരിച്ചതിന്റെ പേരിലാണ്. ഹാനി ബാബുവിന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുക്കുമ്പോൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ വെറുതെ ഇന്ന് ജാമ്യം കൊടുക്കാൻ കാരണം അതിന്റെ ഹാഷ് വാല്യൂ മാറി. നമ്മുടെ ദിലീപ് കേസിലാണ് നിങ്ങൾ ഹാഷ് വാല്യൂനെ കുറിച്ച് അറിയുന്നത്. അതിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് പെഗാസസിന്റെ മോഡലിൽ അങ്ങ് ഇസ്രയേലിന് എന്തോ നരേന്ദ്രമോദിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇൻപുട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ ഹാനി ബാബുവിന് ഒരു അറിവുമില്ലാത്ത സംഭവം. ഗുലാദിനെ കുറ്റം ചുമത്തി അകത്തു പോകുന്നു.
എത്രയോ നേതാക്കൾ ജയിലിൽ കിടക്കുന്നത് ഞാൻ പറഞ്ഞത് ഒരാളല്ല. അബ്ദുൽ നാസർ മദനി ജയിലിൽ കിടന്നില്ലേ? ഏകദേശം 10-18 വർഷക്കാലം രാജ്യത്ത് കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ച കേരളത്തിൽ, വലതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന കേരളത്തിൽ, അപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ദളിതരെയും മുസ്ലിങ്ങളെയും വേട്ടയാടുന്ന സ്റ്റാൻ സ്വാമിയെ പോലെ ഒരാളെ, ക്രൈസ്തവ പുരോഹിതനെ ജയിലിലിട്ട് വെള്ളം കുടിക്കാൻ അനുവദിക്കാതെ കൊന്നുകളയുന്ന ഒരു ഹിംസാത്മകമായ വംശീയ ഉന്മൂലന പദ്ധതിയുമായി നടക്കുന്ന ഒരു ഭരണകൂടത്തിന് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റ് തയ്യാറല്ല എന്നാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയുടെ തെരുവുകളിൽ ഇന്നും ഞങ്ങൾ പ്രതിഷേധത്തിലാണ്. എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യമാണ്. വിയോജനത്തിന്റെ, വിസമ്മതത്തിന്റെ, ഡിസന്റിന്റെ, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ കാണിക്കുന്ന അനീതിയാണ് എന്ന് പറയാനുള്ള ആർജവുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇന്ത്യയുടെ തെരുവിലുണ്ട്. ഞാൻ ദീർഘമാക്കുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് അത്രമൊത്തൊരു ചരിത്ര സന്ദർഭം ഇന്നുമുണ്ട്. വെട്ടിമാറ്റപ്പെടുന്നു നമ്മുടെ ജനാധിപത്യ അവകാശം പോലും. വോട്ട് ചെയ്ത് വിജയിച്ച സ്ഥാനാർത്ഥികളുടെയുണ്ട്, ജനപ്രതിനിധികൾ. പക്ഷെ നമ്മുടെ ജനാധിപത്യ അവകാശം കവർന്നെടുക്കുന്നു. ബീഹാറും ഹരിയാനയും ഈ രാജ്യത്ത് നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചേർന്ന് തട്ടിയെടുത്തു എന്ന പുതിയ കണക്ക് നമ്മൾ കണ്ടില്ലേ? വോട്ട് ചോരി എന്ന ഒരു മുദ്രാവാക്യം, അതിന്റെ തെളിവുകൾ ഏകദേശം 12 അടിയോളം നീളത്തിൽ അടുക്കി വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് 1 മിനിറ്റ് കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന ഈ ഡിജിറ്റൽ തെളിവ് മാസങ്ങളെടുത്ത് റിസർച്ച് ചെയ്തിട്ടാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തി ഡൽഹിയിൽ. ഇന്ത്യയിലെ മാധ്യമങ്ങളൊന്നും അത് വലിയ വാർത്തയാക്കിയില്ല. ചില മാധ്യമങ്ങൾ കേരളത്തിൽ വാർത്തയാക്കുന്നു. എവിടെയെങ്കിലും മുസ്ലിങ്ങളുടെ പേരുള്ള, എവിടെയെങ്കിലും ദളിതരുടെ പേരുള്ള വാർത്തകൾ വരുമ്പോൾ മാത്രം അന്തിച്ചർച്ച നടത്തുന്ന മാധ്യമങ്ങൾ, കേരളത്തിൽ കുടലൂത്ത് മാധ്യമ പ്രവർത്തനം നടത്തുന്നവർ മാത്രം അത് കണ്ടില്ല. പക്ഷെ നമ്മൾ അറിയണം, തൃശൂരിൽ കേരളത്തിൽ വി സുരേഷ് ഗോപി ജയിച്ചതും ഇതേ പരിപാടി വെച്ചുകൊണ്ടാണ്. വോട്ട് ചോരി. കർണാടകയിൽ ഒരു മണ്ഡലത്തിലെ കണക്ക് വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയപ്പോൾ തൊട്ടടുത്ത ആഴ്ച അത് അന്വേഷിക്കാൻ കർണാടക ഗവൺമെന്റ് ഉത്തരവിട്ടു. പക്ഷേ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഞങ്ങൾ BJP-ക്കെതിരാണ്, ഞങ്ങൾ സംഘപരിവാറിനെതിരാണ്, ഞങ്ങൾ ന്യൂനപക്ഷങ്ങളോടൊപ്പമാണ്, ഞങ്ങൾ ജനാധിപത്യ ശരീരാണ് എന്ന് പറയുന്ന സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റിന്, ആഭ്യന്തര വകുപ്പിന് തൃശൂരിൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. കഴിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അവരുടെ കക്ഷത്താണോ ഇവരുടെ തല എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്തർധാരകൾ. അതുകൊണ്ടാണ് കേരളത്തിൽ 100 സീറ്റുകൾ SDP-ക്ക് കേരളത്തിൽ നഷ്ടപ്പെട്ടത്. കേരളത്തിലെ പല ജില്ലകളിലും നമ്മുടെ സിറ്റിംഗ് സീറ്റുകളിൽ ഈ ക്രോസ് വോട്ടുകൾ ചേർന്നുകൊണ്ടാണ് സംഘപരിവാരത്തിന്റെയും BJP-യുടെയും ചിലയിടത്ത് കോൺഗ്രസിന്റെയും ഒത്താശയോടെ SDP വിജയ് തോൽക്കണം എന്ന മുക്കൂട്ട് മുന്നണി സംവിധാനം നിലവിൽ വന്നതുകൊണ്ടാണ് കേരളത്തിൽ പലയിടത്തും നമ്മൾ 12 വോട്ടിന്, 7 വോട്ടിന്, 50 വോട്ടിന്, 30 വോട്ടിന് 100-ലധികം മണ്ഡലങ്ങളിൽ നമ്മൾ അങ്ങനെയാണ് തോറ്റത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, തൃശൂരിൽ സുരേഷ് ഗോപിയെ വ്യാജമായി, ജനങ്ങളുടെ വോട്ടവകാശത്തെ വ്യാജമായി മാറ്റിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് ചിത്രം പുറത്തു വരുന്നു. SIR കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ 22 ലക്ഷം ആൾക്കാർ പുറത്താകുന്ന കരട് വോട്ടർ പട്ടിക പുറത്തു വന്നു. തൃശൂരിൽ 2 ലക്ഷം വോട്ടാണ് കുറഞ്ഞത്. സുരേഷ് ഗോപിക്ക് 4 ലക്ഷം വോട്ട് കിട്ടിയ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ കണക്ക് വെച്ച് ഇപ്പോൾ നോക്കുമ്പോൾ 2 ലക്ഷം വോട്ട് കുറവ് വന്നു. എങ്ങനെയായിരുന്നു? സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ, ഡ്രൈവർമാർ, അങ്ങ് തൃശ്ശൂരുള്ളവർ, അങ്ങ് തൃശ്ശൂരിന് പുറത്തുള്ളവർ, ആലത്തൂരുള്ളവർ, പാലക്കാടുള്ളവർ കൂട്ടത്തോട് വന്ന് തൃശ്ശൂർ ഫ്ളാറ്റുകളിൽ 50, 60, 70 ആൾക്കാർ വന്ന് അവിടുത്തെ ഫ്ളാറ്റുകളുടെ അഡ്രസ്സിൽ വോട്ട് ചേർത്തിട്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. ആൾക്കാരെ കൊണ്ടുവരികയാണ്, ID കാർഡ് അവരുടെ കയ്യിലുണ്ട്. ഇങ്ങനെയാണ് തൃശൂർ എന്ന് പറയുന്ന ഒരു സീറ്റ് പോലും അവർ കൊണ്ടുപോയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിങ്ങൾക്കറിയുമല്ലോ, ഇന്ന് BJP വിജയിച്ചിരിക്കുന്നു. ആരാണ് ഉത്തരവാദി? അവിടെ വിജയിക്കാവുന്ന സാധ്യതയുള്ള പല മണ്ഡലങ്ങളിലും ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ഫലമായി BJP-യുടെ കയ്യിലേക്ക് തളികയിൽ വെച്ച് കൊടുക്കുകയായിരുന്നു. പാലക്കാട് നഗരസഭയിൽ BJP-ക്ക് കേവല ഭൂരിപക്ഷമില്ല, ഏറ്റവും വലിയ കക്ഷിയാണ്. പക്ഷെ അവരെ മാറ്റി നിർത്താൻ ഞങ്ങൾ പറഞ്ഞു, SDP പറഞ്ഞു, കേരളത്തിൽ എവിടെയെങ്കിലും BJP ഭരണത്തിൽ വരാതിരിക്കാൻ LDF-ഉം UDF-ഉം ഇവിടെ ഒരു ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ ചില പഞ്ചായത്തുകളിലും പാലക്കാട് മുനിസിപ്പാലിറ്റി അടക്കം അത് വിജയിപ്പിക്കാൻ കഴിയും. പക്ഷേ അവർ ചെയ്തില്ല. പാലക്കാട് LDF-ഉം UDF-ഉം വിചാരിച്ചാൽ ഒരു പൊതു ആളെ നിർത്തിക്കൊണ്ട് അവിടെ വേണമെങ്കിൽ BJP-യെ മാറ്റി നിർത്താം. എന്താ അവർ തയ്യാറാകുന്നത്? തൃപ്പൂണിത്തുറയിലെ മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായ അക്കൗണ്ട് അവിടെ ഭരിക്കാൻ കേവല ഭൂരിപക്ഷത്തെ BJP കഴിഞ്ഞു. എങ്ങനെയാണ് സംഭവിച്ചത്? തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ LDF-ഉം UDF-ഉം ഇനി അവിടെ ജയിച്ചു വന്നൊരു സ്വതന്ത്രനെങ്കിലും മുന്നിൽ നിർത്തിക്കൊണ്ട് BJP-യെ മാറ്റി നിർത്താനുള്ള ആർജവം കാണിച്ചിരുന്നെങ്കിൽ തൃപ്പൂണിത്തുറയിൽ ചരിത്ര ചിത്രം മറ്റൊന്നാകുമായിരുന്നു.
പല സ്ഥലങ്ങളിലും അതാണ്. എന്ന് പറഞ്ഞാൽ എന്താ? സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു അന്വേഷണം നടത്താൻ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന് കഴിയുമെന്നിരിക്കെ ആ അന്വേഷണത്തിൽ പോയില്ല. VS സുനിൽകുമാർ എന്ന് പറയുന്ന പഴയ മന്ത്രിയുടെ, സുരേഷ് ഗോപിയുടെ തോറ്റുപോയ CPIയുടെ മന്ത്രിയായിരുന്ന VS സുനിൽകുമാറിന്റെ വിലാപം പോലും കേൾക്കാൻ കേരളത്തിലെ CPM കഴിഞ്ഞില്ല. എന്നിട്ടോ ഇവിടെ അങ്ങനൊന്നും കേരളത്തിൽ അപരമത വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാളെ കേരളത്തിൽ അയ്യപ്പ സംഗമത്തിലേക്ക് സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ട് വന്നതുപോലും ഇന്ന് പിണറായി വിജയൻ ന്യായീകരിക്കുകയാണ്. എവിടെയാണ് കേരളത്തിന്റെ അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾ അധികമായി കൊണ്ടുപോകുന്നത്? കേരള അമ്പലങ്ങൾ പോലും വിറ്റ് തുലയ്ക്കുന്ന ഭരണ സംവിധാനമായി മാറുമ്പോൾ വിജയിച്ചു വന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നു, അമ്പലപ്പുഴയിൽ ഞങ്ങളുടെ സാന്നിധ്യമായി ഞങ്ങൾ 4 മാസത്തിനകം നിങ്ങളുടെ ജനങ്ങളുടെ വോട്ടവകാശം തേടി വരുമ്പോൾ തീർച്ചയായും ഞങ്ങളോടൊപ്പം ജനങ്ങൾ ഉണ്ടാകണം. കേരളത്തിലൊരു മാതൃകയായി അമ്പലപ്പുഴയിൽ ഒരു മാറ്റം ഉണ്ടാകാൻ നമ്മൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കൊപ്പം നിങ്ങൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. KA ഷാന് കൊടുക്കുന്ന ട്രിബ്യൂട്ടാണ്. കേരളത്തിന്റെ ആലപ്പുഴ മണൽത്തരികളെ, അമ്പലപ്പുഴയെ, ഈ വണ്ടാനത്തെ, ഈ പ്രദേശത്തെ ഓടി നടന്ന സംഘടനാ പ്രവർത്തനം നടത്തിയ രക്തത്തുള്ളികളാൽ ഒരു വലിയ സന്ദേശം നമ്മൾക്ക് നൽകി കടന്നുപോയ 4 വർഷങ്ങൾക്കപ്പുറം ഇതുപോലെ ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞ KA ഷാൻ എന്ന് പറയുന്ന മഹാനായ ചെറുപ്പക്കാരനായ ആ രക്തസാക്ഷിക്ക് അമ്പലപ്പുഴയിൽ നിന്ന് ഒരു ആദരം കൊടുക്കണമെങ്കിൽ, അമ്പലപ്പുഴയിൽ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അംഗത്തിനിറങ്ങാൻ പോവുകയാണ്. അതിൽ തീർച്ചയായും നിങ്ങൾ ഉജ്ജ്വലമായി ഈ വിജയം അമ്പലപ്പുഴയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഉണ്ടാക്കി തരുന്ന രീതിയിൽ ശക്തമായ ഒരു സാന്നിധ്യമായി പിന്തുണയുമായി നിങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ വിജയിച്ചു വന്ന എന്റെ സഹപ്രവർത്തകരായ, എന്റെ ഏറെ പ്രിയപ്പെട്ടവരായ ഷീജ നൌഷാദും അലിയാർ കുഞ്ഞുമോനും അടക്കമുള്ള ഒരുപാട് നേതൃത്വങ്ങൾ വിജയിച്ചു വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അവർക്ക് SDP സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള ഊഷ്മളമായ ഹൃദയത്തിൽ നിന്നുള്ള അഭിവാദ്യങ്ങൾ, സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. ഊഷ്മളമായ അഭിവാദ്യങ്ങൾ. ജയ് ഭീം, ജയ് ഡെമോക്രസി.